കോസ്റ്റ് ഓഫ് ഇനാക്ഷൻ. എന്തിനാ കോസ്റ്റ് ഓഫ് ഇനാക്ഷൻ എന്നറിയാം? കോസ്റ്റ് ഓഫ് ഇൻആക്ഷൻ, ചെയ്തില്ലെങ്കിൽ വരാൻ പോകുന്ന നഷ്ടം, തുക. ഇപ്പോൾ എൻ്റെ പല്ല് ഒരു പല്ല് മുകളിലോട്ട് ഇങ്ങനെ ചാടി കിടക്കുന്നുണ്ട് ഫ്രണ്ടിൽ. ഞാൻ ഒരു പ്രാവശ്യം ഈ ഡെൻറ്റിസ്റ്റിനെ കാണാൻ പോയപ്പോൾ എന്നോട് പറഞ്ഞു, ഒരു ക്ലിപ്പിട്ട് കഴിഞ്ഞാൽ അത് വളരെ പെർഫെക്റ്റ് ആയിട്ട് നിൽക്കും. ഇതെന്നോട് പറഞ്ഞിട്ട് ഏകദേശം 10 വർഷമായി. പക്ഷെ ഞാനിതുവരെ എന്ത് ചെയ്തില്ല, ഈ പല്ലിന് ക്ലിപ്പിട്ടില്ല. അതിനുശേഷം റീസെൻ്റ്ലി 1 ഇയർ ബിഫോർ ഒരു ദിവസം എനിക്ക് ഭയങ്കര വേദന വന്നു പല്ലിന്. കുറച്ച് മുകളിലുള്ള പല്ലിനാണ്. അങ്ങനെ ഞാനിവിടെ ഒരു ഹോസ്പിറ്റലിൽ പോയി, തൊട്ടടുത്തുള്ള എരഞ്ഞിപ്പാലുള്ള ഹോസ്പിറ്റലിലാണ് പോയത്. അവിടെ പോയ സമയത്ത് എന്നോട് പറഞ്ഞു, റൂട്ട് കനാൽ ചെയ്തിട്ടെ അത് ആ ഗ്യാപ്പ് ഫില്ല് ചെയ്ത് ടോപ്പ് ഇടണമെന്ന് പറഞ്ഞു. ഞാൻ പിറ്റേ ദിവസം ട്രീറ്റ്മെൻറ്റ് ചെയ്തു. രണ്ടും ഡെൻറ്റിസ്റ്റാണ് എന്ത് ചെയ്തത് പറഞ്ഞത്. ഒരെണ്ണം എന്നോട് പറഞ്ഞു പല്ലിന് ഭംഗി കിട്ടാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്താൽ മതി, ക്ലിപ്പ് ഇട്ടാൽ മതി. പക്ഷേ ഞാനത് അത്രത്തോളം മൈൻഡ് ചെയ്തില്ല. പക്ഷേ എനിക്ക് പല്ലുവേദന വന്ന് സഹിക്കാൻ പറ്റാതിരുന്ന സമയത്ത് ഞാൻ ഡോക്ടറെ അടുത്ത് പോയ സമയത്ത് എന്നോട് ഫില്ല് ചെയ്ത് 3 ആഴ്ച ട്രീറ്റ്മെൻറ്റ്, റൂട്ട് കനാലിൻ്റെ ആ ട്രീറ്റ്മെൻറ്റൊക്കെ കഴിഞ്ഞ് ഞാൻ ഫില്ല് ചെയ്ത് ഗ്യാപ്പ് ഫില്ല് ചെയ്ത് ശേഷം ടോപ്പൊക്കെ ഇട്ടു. എന്താ അതിന് തമ്മിലുള്ള വ്യത്യാസം വന്നേ? കസ്റ്റമർ 2 തരത്തിലാണ് നമ്മുടെ അടുത്ത് നിന്ന് പ്രൊഡക്റ്റുകൾ മേടിക്കുക, അല്ല നമ്മുടെ സർവീസ് എടുക്കുക. ഒന്ന് പ്ലഷറിന് വേണ്ടിയിട്ടാവും, 2 പെയിനിന് വേണ്ടിയിട്ടുമാവും. സാധാരണ നമ്മൾ കസ്റ്റമർ എടുത്ത് നമ്മൾ ഫീച്ചേഴ്സാണ് സാധാരണ പറയല്ലേ. നിങ്ങൾ നമ്മുടെ അടുത്ത് നിന്ന് ടിക്കറ്റ് എടുത്തു കഴിഞ്ഞാൽ ഈ ഫ്ലൈറ്റ് ഈ സമയത്ത് എത്തും, അല്ലെങ്കിൽ ഒരു പ്രൊഡക്റ്റ് പറയാം, ഇപ്പോൾ ഹോളിഡേയ്സ് പറയണം, നമ്മൾ എന്ത് ചെയ്യും, അതിൻ്റെ അകത്ത് പറഞ്ഞിട്ട് ഇത്രയൊക്കെ ഫീച്ചേഴ്സ് ഇതിൻ്റെ അകത്തുണ്ടെന്ന് പറയും അല്ലേ. നമ്മൾ കൂടുതൽ ആളുകൾ ഇപ്പോൾ ടിക്കറ്റിൻ്റെ കേസ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ കൂടുതൽ കസ്റ്റമറും ഓൺലൈൻ ആശ്രയിച്ചാണ് ടിക്കറ്റ് ഇഷ്യൂ ചെയ്യുന്നത്. ഇപ്പോൾ നമ്മൾ സംസാരിക്കുന്ന സമയത്തും പല കസ്റ്റമറും നമ്മുടെ അടുത്ത് പറയുന്നതെന്ന് പറഞ്ഞാൽ ടിക്കറ്റ് ഓൺലൈനിൽ ഇത്ര റേറ്റ് ഉണ്ടല്ലോ. എപ്പോഴെങ്കിലും നമ്മൾ പറഞ്ഞിട്ടുണ്ടോ ഓൺലൈനിൽ എടുത്താലുള്ള വിപത്തുകളെ പറ്റിയിട്ട്? എന്തുകൊണ്ടാണ് ഇൻഷുറൻസ് കമ്പനി ആളുകൾ നമ്മുടെ അടുത്ത് വന്നിട്ട് പറയലെന്താ? അവർ പറയുന്ന സ്റ്റോറി എന്താ? കഴിഞ്ഞ ദിവസം അവരെ വീടിൻ്റെ അടുത്ത് മരിച്ചു പോയൊരു അച്ഛനെ പറ്റിയിട്ട് പറയും. എന്നിട്ട് നമ്മളോടെന്ത് പറയും? അയാൾക്ക് ഈ ഇൻഷുറൻസ് ഉള്ളത് കൊണ്ട് ആ കുടുംബം രക്ഷപ്പെട്ടു പോയി എന്ന് പറയും. നിങ്ങൾ ഇൻഷുറൻസ് എടുക്കാതിരുന്നാൽ ഭാവിയിൽ നിങ്ങളെ കുട്ടികൾക്ക് ഇങ്ങനെ ഒരു അവസ്ഥ വന്നാൽ എന്താവും എന്ന് ചോദിക്കും. അപ്പോൾ ഓട്ടോമാറ്റിക്കലി മനസ്സെങ്ങോട്ട് എത്തും? ആ പർച്ചേസ് മൈൻഡിലേക്ക് എത്തും. ഇപ്പോൾ നമ്മളെടുത്തിപ്പോൾ ഓൺലൈനിൽ ടിക്കറ്റ് എടുക്കുന്ന ആളുകൾ നമ്മളെടുത്ത് പറയാം, ഇങ്ങനെ ഓൺലൈനിൽ ഇങ്ങനെ റേറ്റ് കുറവുണ്ടല്ലോ. അപ്പോൾ നമുക്കൊരു സ്റ്റോറി പറയാൻ അവിടെ പറ്റണം. കഴിഞ്ഞ ദിവസം എയർ ഇന്ത്യ എക്സ്പ്രസ് ക്യാൻസലായ സമയത്ത് പല പാസഞ്ചറും ഓൺലൈനിൽ ടിക്കറ്റ് എടുത്തു. പല ചാനൽ ത്രൂ ഓൺലൈനിൽ ടിക്കറ്റ് എടുത്ത ആളുകൾക്ക് നിലവിൽ ഇപ്പോഴും റീഫണ്ട് കിട്ടിയിട്ടുണ്ടാവില്ല. അവർക്ക് ട്രാവൽ ചെയ്യാൻ വേണ്ടിയിട്ട് എയർ ഇന്ത്യ എക്സ്പ്രസ് എന്നാണോ ഡേറ്റ് കൊടുത്തത് ആ ഡേറ്റിലായിരിക്കും ട്രാവൽ ചെയ്തിട്ടുണ്ടാവുക. പക്ഷേ ഒരു ട്രാവൽ ഏജൻസിൻ്റെ അടുത്ത് നിന്നായിരുന്നു നിങ്ങൾ ടിക്കറ്റ് എടുത്തിരുന്നെങ്കിൽ നിങ്ങൾക്ക് ഏത് ദിവസമാണോ ട്രാവൽ ചെയ്യേണ്ടത് ആ ദിവസം ട്രാവൽ ചെയ്യാൻ എന്ത് ചെയ്യായിരുന്നു, നമ്മൾ ഹെൽപ്പ് ചെയ്യായിരുന്നു. ഇതുകൊണ്ട് നിങ്ങൾക്ക് ഉണ്ടായ നഷ്ടം എന്താ? കഴിഞ്ഞ ദിവസം ഞാൻ കണ്ടു ഒരു വൈഫിൻ്റെ ഒരു ഹസ്ബൻഡിന് സുഖമില്ലായിട്ട് പോകാൻ വേണ്ടി വെയിറ്റ് ചെയ്ത് ഹസ്ബൻഡ് മരിച്ചു. വൈഫിനെ കാണണമെന്ന് ആഗ്രഹിച്ചിട്ട് വൈഫിനെ അങ്ങോട്ട് വിളിച്ച വൈഫിന് അവിടെ എത്താൻ പറ്റിയില്ല. എത്ര വലിയ നഷ്ടമാണ് അവർക്ക് ജീവിതത്തിലുണ്ടായത്. അപ്പോൾ നമ്മൾ ഇനി എപ്പോഴും സംസാരിക്കുന്ന സമയത്ത് ഇത് ആരോടെ പറയാൻ പറ്റുള്ളൂ എന്നറിയാമോ? അതായത് ഈ കസ്റ്റമർക്ക് നമുക്ക് ബിസിനസ് ചെയ്തില്ലെങ്കിലും പ്രശ്നമില്ലെങ്കിൽ നമുക്ക് പറയാം. ബിസിനസ് കിട്ടിയേ തീരുള്ളെങ്കിൽ കോസ്റ്റ് ഓഫ് ഇനാക്ഷൻ പറയുമ്പോൾ ചിലപ്പോൾ നെഗറ്റീവ് റിസൾട്ടും ഉണ്ടാവും. ഒരു ബിസിനസ് വേണ്ട, അവരിത് കിട്ടിയാലും കിട്ടിയില്ലെങ്കിലും കുഴപ്പം. ഇപ്പോൾ നമുക്ക് വിസൻ്റെ കേസ് പല ആൾക്കാരും നമ്മൾ റിജക്റ്റ് ചെയ്യലുണ്ട്. ഒരിടത്ത് എന്ത് പറയാം, നിങ്ങൾ ഇവിടുന്ന് വേണമെങ്കിലും ചെയ്തോ, പക്ഷേ അവിടെ പോയിട്ട് വിസ കിട്ടാതെ 14 ദിവസം 20 ദിവസം കഴിഞ്ഞിട്ട് പിന്നീട് ഞങ്ങളുടെ അടുത്തേക്ക് വരുമ്പോൾ നിങ്ങൾക്ക് വലിയൊരു നഷ്ടം സംഭവിക്കും. അത്രയും ദിവസം അത്രയും കസ്റ്റമറെ നിങ്ങൾക്ക് നഷ്ടപ്പെടുമെന്ന് പറയാം. അപ്പോൾ നമ്മൾ കോസ്റ്റ് ഓഫ് ഇനാക്ഷന് ഇനിയുള്ള ഫോളോ അപ്പിൽ നമ്മൾ യൂസ് ചെയ്യണം. ഇപ്പോൾ ഇത് ഏറ്റവും സിമ്പിളാണ് ഉപയോഗിക്കാൻ, പക്ഷേ നമുക്ക് ധൈര്യം വേണം ഇത് പറയാൻ. ഞാൻ എൻ്റെ എല്ലാ ദിവസത്തെയും വീഡിയോ എടുത്ത് നോക്കുക. ഞാൻ ആ വീഡിയോ ലാൻഡ് ചെയ്യുന്ന കോസ്റ്റ് ഓഫ് ഇനാക്ഷൻ പറഞ്ഞിട്ടാണ്. ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഞാൻ ആദ്യം ചെയ്യാൻ പറയും, അവസാനം ചെയ്തില്ലെങ്കിൽ അതിൻ്റെ നഷ്ടം പറയലുണ്ട് എല്ലാ വീഡിയോയിലും. ഇന്നും ഞാനിതാ പറയാൻ പോകുന്നത്, ഇത് നിങ്ങൾ ഇനിയും ചെയ്തില്ലെങ്കിൽ, ഇത്രയും അവസരം കിട്ടിയിട്ട് മറ്റുള്ളവർ ചെയ്യുന്നത് ചെയ്യാന്നുള്ളതല്ല നമ്മളെ മിടുക്ക്. മറ്റുള്ളവർ എന്തൊക്കെ ചെയ്യുന്നില്ലേ അത് ചെയ്യുക. മറ്റുള്ളവർ ചെയ്യുന്നത് എന്തൊക്കെയാണ്? അവർ വാട്സപ്പിൽ മെസ്സേജ് അയക്കുന്നുണ്ട്, അവർ കോൾ ചെയ്യുന്നുണ്ട്, സ്റ്റാറ്റസ് ഇടുന്നുണ്ട്, ഇതെല്ലാം ചെയ്യുന്നുണ്ട്. നമ്മളെന്ത് ചെയ്യുക? നേരെ ഓപ്പോസിറ്റ്. ഇപ്പോൾ ഇന്നലെ നമ്മൾ പറഞ്ഞു മൾട്ടിപ്പിൾ ചാനൽ യൂസ് ചെയ്യാൻ പറഞ്ഞു. ഇന്ന് എന്ത് ചെയ്യുക? കോസ്റ്റ് ഓഫ് ഇനാക്ഷനും കൂടി കൊണ്ടുവരാം.